ഞായറാഴ്ചയാണ് ഡൽഹിയിൽ ഈ പാറ്റ പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ഒരു സമരമൊക്കെ നടത്തി. അത് തിങ്കളാഴ്ച ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്താണ് പാർലമെന്റിലേക്ക് ഇരച്ചു കയറാനായിട്ട് ഈ പാറ്റ പ്രവർത്തകർ ഒരു നീക്കമൊക്കെ നടത്തിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നടപടികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ച, അതായത് ലാത്തി ചാർജ് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് നേപ്പാളിൽ സംഭവിച്ചതുപോലത്തുള്ള ഒരു ജൻസി കലാപം, അതായിരുന്നു ഈ പാറ്റ പ്രവർത്തകർക്ക് പിന്നിൽ നിന്നും ഇവരെയൊക്കെ നിയന്ത്രിച്ചവർ നൽകിയ ഒരു തിരക്കഥ. അതായത് നേപ്പാളിൽ ഒരു 4-5 ജൻസി കുട്ടികളെങ്കിലും വെടിയേറ്റ് മരിച്ചിരുന്നു. ആ രീതിയിലേക്ക് ഒരു വെടിവെപ്പ് പോലീസിനെ കൊണ്ട് എത്തിപ്പിക്കുക എന്ന രീതിയിലേക്ക് പാർലമെന്റിന്റെ അകത്തേക്ക് എങ്ങനെയെങ്കിലും കയറണം, അങ്ങനെ കുറച്ച് രക്തസാക്ഷികളെ ഉണ്ടാക്കുക, അതായിരുന്നു ഈ രാജ്യദ്രോഹികളുടെയും അതോടൊപ്പം തന്നെ CJPയുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടായിരുന്നത്. പാർലമെന്റിലേക്ക് ഇവർ സമരവുമായി കയറിയാൽ സ്പോട്ടിൽ തന്നെ വെടിവെപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും പാർലമെന്റിന്റെ ഗേറ്റ് തള്ളി തുറക്കുക, സ്പോട്ടിൽ ഒരു വെടിവെപ്പ് ഉണ്ടാകും, അതിലൊരു 4-5 പേർ മരണപ്പെടുക, അത് വെച്ചിട്ട് ഒരു വലിയൊരു കലാപം ആളിക്കത്തിക്കുക എന്നൊരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഡൽഹി പോലീസിന്റെ ശക്തമായ ഇടപെടൽ മൂലം ഈ പാറ്റ പ്രവർത്തകരുടെ സകല തിരക്കഥയും തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ ഡൽഹിയിലടക്കം ഈ പാറ്റ പ്രവർത്തകർ പോലീസിന്റെ വാഹനങ്ങൾ, സാധാരണക്കാരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. മാധ്യമ റിപ്പോർട്ടറുടെ, അതായത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തുന്നു. കൂടാതെ അശ്ലീലമായ ചില കാര്യങ്ങൾ, അതായത് ഈ പാറ്റ പ്രവർത്തകർ ചില സ്വകാര്യ ഭാഗങ്ങളൊക്കെ വനിതാ മാധ്യമങ്ങൾ മുമ്പാകെ കാണിക്കുന്ന തരത്തിലേക്കുള്ള ചില സന്ദർഭങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പാറ്റ പ്രവർത്തകർ എല്ലാവരും കൂടെ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അതായത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമം അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി, അത് അടിയന്തരമായി പരിഗണിക്കണമെന്നൊക്കെയാണ് ഈ പാറ്റ പ്രവർത്തകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ സ്പോട്ടിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ഈ പാറ്റ പ്രവർത്തകരെ സുപ്രീം കോടതിയിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അടിച്ചു കൊല്ലുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. അതായത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, അതോടൊപ്പം തന്നെ ജസ്റ്റിസുമാരായ ജോമിലിയ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കാൻ ഇപ്പോൾ പറ്റില്ല എന്ന് പാറ്റ പ്രവർത്തകരോട് പറഞ്ഞത്. കാരണം കൃത്യമായി തന്നെ സുപ്രീം കോടതി എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. അതായത് പാറ്റ പ്രവർത്തകർ ഡൽഹിയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. കോടതിയുടെ സമയം പാഴാക്കരുതെന്നും ദൃശ്യങ്ങൾ കാണാൻ നമുക്കിപ്പോൾ താല്പര്യമില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും പോലീസ് നടത്തിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചപ്പോൾ അതെടുത്തുകൊണ്ടുപോയി തോട്ടിക്കളയാനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ പാറ്റ പ്രവർത്തകന്റെ അഭിഭാഷകനോട് പറഞ്ഞത്. വിദ്യാർത്ഥികൾ എപ്പോഴും പ്രതിഷേധ മുഖത്ത് തുടരുകയാണെന്നും അതിനാൽ വ്യാഴാഴ്ച തന്നെ വിഷയം പരിഗണിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ബെഞ്ചിന് താല്പര്യമില്ലെന്നും മറ്റ് ഒരുപാട് കേസുകൾ പരിഹരിക്കാനുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകിയിരിക്കുകയാണ്. അഭിഭാഷകന്റെ സമയം കോടതിയുടെ സമയത്തേക്കാൾ വിലപ്പെട്ടതാണെന്നും അതിനാൽ സമയം പാഴാക്കരുതെന്നും, അങ്ങനെ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ കോടതി ശക്തമായ നടപടി എടുക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് CJP അഭിഭാഷകനോട് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന മർദ്ദനങ്ങളെ കുറിച്ച് അഭിഭാഷകൻ ആവർത്തിച്ച് വാദിക്കുകയും തെളിവുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും കോടതി മുഖം തിരിക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷ സ്വതന്ത്രവും നിയുക്തവുമായി നടത്തണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. ഹർജിയിൽ 3 ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾ നേരിട്ട പോലീസ് നടപടിയിലേക്ക് കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ശ്രമിച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് ബെഞ്ച് അടുത്ത വിഷയത്തിലേക്ക് കടന്നു. അതേസമയം കോടതിയുടെ ഈ സമീപനത്തിലും നന്ദി രേഖപ്പെടുത്തിയ അഭിഭാഷകൻ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു. രാജ്യവ്യാപകമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമായതിനാൽ കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിൽ പാറ്റ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുപേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്, കുറച്ചുപേർക്ക് പേരിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരിലെടുത്ത കേസുകളൊക്കെ പിൻവലിക്കാനുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അറസ്റ്റ് ചെയ്തവരെയൊക്കെ വിട്ടു നൽകണം എന്നൊക്കെയുള്ള ഒരു ആവശ്യമായിട്ടാണ് ഈ പാറ്റ പ്രവർത്തകരുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച തിങ്കളാഴ്ചയാണ് രാജ്യതലസ്ഥാനത്ത് യുവാക്കളും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ആയിരക്കണക്കിന് പേർ പങ്കെടുത്തൊരു മാർച്ച് ഉണ്ടായത്. CJPക്കൊപ്പം ചേർന്ന് വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമാണ് അരങ്ങേറിയത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ഡൽഹി പോലീസ് ജനക്കൂട്ടത്തിന് നേരെ ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ഇത് സുരക്ഷാ സേനയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. രാജ്യവ്യാപകമായ ചർച്ചയായ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളോടുള്ള കടുത്ത വിയോജിപ്പാണ് തെരുവിലെ പ്രതിഷേധമായി മാറിയത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം.